നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ക്യാമറ. അതുകൊണ്ടൊന്നും വെട്ടുന്നുണ്ട്, ക്ഷമിക്കണേ. എങ്ങും വെക്കാനായിട്ട് കറണ്ടില്ല, വീഡിയോ എടുക്കാനായിട്ട് നോക്കിയപ്പോൾ കറണ്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണ്ടേ. ഇന്നത്തെ ഗവർണറുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം കണ്ടു. പിന്നെ മുഖ്യമന്ത്രിയുടേത് കണ്ടില്ല, കാണാനായിട്ട് പിന്നെ പറ്റിയില്ല. അത് കണ്ടിട്ട് പിന്നെ നമുക്ക് പറയാം. പക്ഷേ ഒരു കാര്യം പറയാനായിട്ട് പ്രധാനമായും പറയാനുള്ളത്, ഒരു ഭിന്നശേഷിക്കാരി അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ എന്ന നിലയിൽ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്ര കട്ടിങ്ങുകൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇടുന്ന, പിന്നെ മനോരമ, റിപ്പോർട്ടർ, മീഡിയ വൺ ഒക്കെ ഇടുന്നത് കണ്ടു. പെൻഷൻ കൊടുത്തില്ല, പെൻഷൻ മുടങ്ങിയെന്ന്. അവർ എടുത്ത വാർത്തകൾ കള്ളമല്ല. അവർ ചോദിച്ച കുറേയേറെ പേർക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു മുഴുവൻ ആൾക്കാർക്കും കിട്ടിക്കാണൂല എന്ന് വിചാരിച്ച് കാണുമായിരിക്കും, പത്രങ്ങളല്ലേ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനും ഒരു വിവാദം ഉണ്ടാക്കാനും അവർ ശ്രമിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ പെൻഷൻ കിട്ടിയവരും ഉണ്ടായിരുന്നു, 2000 രൂപ പെൻഷൻ കിട്ടിയവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെൻഷൻ മുടങ്ങിയത് മൂലം വിഷമം അനുഭവിച്ച ആൾക്കാർ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിന്നശേഷി പെൻഷനല്ലേ അത് വാങ്ങിച്ചിട്ട്, ഭിന്നശേഷിയല്ല, ക്ഷേമ പെൻഷനാണ്, സാമൂഹിക പെൻഷൻ, എല്ലാവർക്കും കിട്ടുന്ന, പ്രായമായവർക്കും വിധവകൾക്കും ക്യാൻസർ പേഷ്യൻസിനും ഒക്കെ കിട്ടുന്ന പെൻഷനാണ്. 66 ലക്ഷം പേർക്കും കണ്ട് പെൻഷൻ കിട്ടും. അപ്പോൾ ഈ പെൻഷൻ മുടങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ പെൻഷൻ കിട്ടിയവരുണ്ട്, ഒരു വിഭാഗം ആൾക്കാർക്കാണ് കിട്ടിയത്. ഈ ബാങ്ക് വഴി വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നവർക്ക് കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. ബാങ്കിൽ വന്നവരൊക്കെ കിട്ടി. വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നവർക്കാണ് കിട്ടാനുള്ളത്. ആയിരിക്കുന്ന ആളിനൊന്നും പെൻഷൻ കിട്ടിയില്ല. നമുക്ക് പിന്നെ പരാതിയൊന്നുമില്ല, കാരണം ഇനിയേ കിട്ടുള്ളൂ. ക്ഷേമനിധി പെൻഷനാണ്, അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ളൂ. അപ്പം ഡിസബിലിറ്റി പെൻഷൻ കിട്ടി, അത് ബാങ്കിൽ അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ ഇടുമ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കിട്ടി, ഒരുപാട് പേർക്കും കിട്ടി, ഒരുപാട് പേർക്കും കിട്ടിയില്ല. അതാണ് വാർത്തയ്ക്ക് ആധാരം. രണ്ടാമത് 3000 രൂപ പെൻഷൻ ആക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പിന്നെ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുമായിട്ട്, കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ, അദ്ദേഹവുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, ഒരു സംവാദത്തിൽ പറഞ്ഞിരുന്നു, നമുക്ക് പിന്നെ പെൻഷൻ കൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ 5 വർഷം കൊണ്ട് ക്രമേണ കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ കൂട്ടിയെന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2000 രൂപയാക്കി, അങ്ങനെയാണ് കൂട്ടിയത്. പക്ഷേ അവർ അങ്ങനെ കടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഭയങ്കരമായൊരു തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനും കടവും ബാക്കിയുള്ള എല്ലാ പദ്ധതികളും നടക്കുകയും ചെയ്യും. എല്ലാ പദ്ധതികളും, ഹോസ്പിറ്റലുകൾ വിപുലീകരിക്കും, ചില ഹോസ്പിറ്റലുകൾ, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഇടങ്ങൾ, അവരുടെ മണ്ഡലങ്ങളൊക്കെ വിപുലീകരിക്കും, റോഡുകളെല്ലാം പണിയും തീർക്കും. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഇടപാടാണ് ഞാൻ ചെയ്താലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2000 രൂപ കിട്ടി, വളരെ സന്തോഷം. സ്ത്രീ സുരക്ഷാ പെൻഷൻ ആൾക്കാർക്ക് കൊടുക്കുന്നു, വളരെ സന്തോഷം. അതൊക്കെ ഉപയോഗപ്പെടുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പുതിയ സർക്കാർ വന്നത്. പുതിയ സർക്കാരിൻ്റെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ പെൻഷൻ 3000 ആക്കും എന്നാണ്. പെൻഷൻ 3000 ആക്കുമെന്നാണ്, അല്ലാതെ പെൻഷൻ ക്രമേണ കൂട്ടുമെന്നല്ല, 3000 ആക്കുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കടക്കണിയിലോട്ട് പോകണമെന്ന് പറയുന്ന ഒരു കാര്യത്തെ പിന്നെയും കടക്കണിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ, അല്ലെങ്കിൽ അവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, വോട്ട് ബാങ്ക് മാത്രമായിരിക്കും ലക്ഷ്യം. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ നമുക്കൊക്കെ പ്രത്യേക പാക്കേജ്, അല്ലെങ്കിൽ നമുക്കൊക്കെ പ്രത്യേക ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് വകുപ്പ് ഒന്നുമില്ല, ഇതുവരെയും അങ്ങനെ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയൊക്കെ എടുക്കുന്ന തീരുമാനങ്ങളിലോട്ട് പിന്നെ പോവാം. അപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചത് 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്നാണ്. ഇത് ക്രമേണ കൊടുക്കുമെന്നാണ്. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഭിന്നശേഷിക്കാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാരെന്ന നിലയിൽ നമ്മൾ പ്രതികരിക്കും. പ്രധാനമായും ഏതെങ്കിലും ഒരു പ്രമുഖ ഇതുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ, ധനവകുപ്പൊക്കെ മുഖ്യമന്ത്രിയാണല്ലോ കാണുന്നെങ്കിൽ, ഈ തീവ്ര ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുണ്ട്, നമ്മളെപ്പോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന, ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത തീവ്ര ഡിസബിലിറ്റി. ഈ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗവും പെടും. അതിൽ തീവ്ര ഡിസബിലിറ്റി ഉള്ളവരുണ്ട്, വീൽ ചെയർ, ലോക്കോമോട്ടർ ഡിസബിലിറ്റി. നമ്മളെപ്പോലെ അല്ലാത്തവർ, ഈ ചില ഓട്ടിസ്റ്റിക്കായ കുട്ടികൾ, അവരൊക്കെ ഈ മാതാപിതാക്കൾക്ക് ജോലിക്ക് വരാനൊന്നും പറ്റാത്തവരുണ്ട്, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ ഈ എല്ലാവർക്കും കൊടുക്കുന്ന പെൻഷൻ ആക്കാതെ 80% മുകളിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് പെൻഷൻ 3000 25% കൂട്ടാമെന്ന് പറഞ്ഞത്. അതും കൂടെയൊക്കെ കൂട്ടാനുള്ള മനസ്സ് കാണിക്കണം. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ഈ വാർത്തയൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ള കേട്ടോ നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഒരു നയപ്രഖ്യാപനത്തിലെ ഒരു കാര്യമെന്ന് പറയുന്നത്, കുട്ടികൾക്ക് ആർത്തവാവധി 3 ദിവസം. അത് പല രീതിയിൽ പോകുന്നുണ്ട്. ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ ഒരുപാട് പേർക്ക് ആർത്തവം കാണും, അപ്പോൾ ആ ക്ലാസ് മിസ്സാവും. അത് ശരിയാണ്. പക്ഷേ ഈ ആർത്തവത്തിന് സ്കൂളിൽ പോയി വയറ്റുവേദന എടുത്ത് ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ
അതൊരു നല്ല കാര്യവുമാണ്, കൂടെ ഒരു ആശങ്കയും ഉണ്ട്. കാരണം ഈ കുട്ടികളെല്ലാം ഗേൾസ് മാത്രം പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ആർത്തവം വന്നിട്ടുണ്ട്. 8, 9, 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ആർത്തവം വരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റേയില്ല, അതുകൊണ്ട്. അപ്പോൾ ഈ ചർച്ച നടക്കട്ടെ, അത് ഒരു കാര്യം. ഇനിയിപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. വലിയൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും സാമൂഹ്യക്ഷേമ വകുപ്പായാലും അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പായാലും സമൂഹമായാലും ഭിന്നശേഷിയുള്ളവരെയൊന്നും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുന്നില്ല. ഡിസംബർ 3-ാം തീയതി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കുമ്പോൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സവിശേഷ വെച്ചപ്പോൾ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അവർ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ എല്ലാ കാര്യത്തിലും ഈ ഡിസബിലിറ്റി ഉള്ളവരെ കൂടെ ഉൾപ്പെടുത്തണം. അല്ലാതെ ചുമ്മാ ഡിസംബർ 3-ാം തീയതി വന്നിട്ട് ആദരിക്കൽ, പിന്നെ സിംഗപ്പെണ്ണ്, സിംഗച്ചെറുക്കൻ എന്നൊന്നും പറയാതെ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ചെയ്യണം. ഈ പെൻഷൻ, തീവ്ര ഡിസബിലിറ്റി ഉള്ളവർക്ക് പെൻഷൻ കൂട്ടണം. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ഈ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നമ്മൾ ഈ വാടക വീട്ടിൽ വന്നിട്ട് 1 മാസം ആവാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വാടക വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട് വേണം. നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റേ വീട് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, സ്വന്തം വീടെന്നതിലേക്ക് ഞാൻ ലോണിന് കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂലം അതുമായി ബന്ധപ്പെട്ടുമൊക്കെ നമ്മുടെ മെറി ഹോം, നമ്മുടെ ഭിന്നശേഷി കോർപ്പറേഷൻ കൊടുക്കുന്ന മെറി ഹോമിനൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് ശരിയായി കിട്ടണമെന്ന് ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്നു കേട്ടോ. അതിനോടൊപ്പം ഞാനൊരു പ്ലാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 1000 രൂപയുടെ അഡ്വാൻസ് പേയ്മെൻറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ 6 മാസം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ 1600 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരും. അത് അച്ചാറുകൾ മാത്രമല്ല, ഇടിയിറച്ചികളും മസാലകളും അങ്ങനെ എല്ലാം ഉണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തുടക്കമാവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ലോൺ എടുത്താലും അതൊരു വലിയ ലോണൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല. ചെറിയ ലോണുകളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൈത്താങ്ങായിട്ട് നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. വെറുതെ അല്ല, പ്രോഡക്റ്റ് തന്നിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റ് വേണ്ട എന്ന് പറയും. ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ അതിനാണ് സന്മനസ്സും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. മനുഷ്യരെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നത്. ചില ആൾക്കാർക്ക് മനുഷ്യരെ മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെയൊക്കെ ചവിട്ടി തേച്ച് ഒരു വിലയില്ലാതെ കാണും. പൈസ ഉള്ളവർക്ക് മാത്രം അത് അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ എടുക്കാനായിട്ട് പറ്റുന്നവരൊക്കെ എടുക്കണം. 1000 രൂപയുടെ പ്ലാനാണ് ഒരു വീട് വയ്ക്കാനായിട്ടാണ്. അപ്പോൾ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ഈ പുറത്ത് വന്നിരുന്ന് എടുക്കുന്നതുകൊണ്ടായിരിക്കും ഒരു വല്ലാത്ത കളറൊക്കെ ആയി മാറുന്നുണ്ട്. എന്താ വിഷമമുണ്ടാ? വിഷമമുണ്ടെങ്കിൽ അകത്ത് കയറി പോവാം. കൊതുകാണ് ഇവിടെ, ഭയങ്കര കൊതുകാണ് ഈ വീട്ടിൽ കേട്ടോ. ഇവിടെ ഭയങ്കര കൊതുകാണ്. ഇവിടെയൊക്കെ പച്ചപ്പായതുകൊണ്ടായിരിക്കും. മഴയും കൂടെ പെയ്യുമ്പോൾ കൊതുകൊണ്ട് ഇനി ഡെങ്കിപ്പനിയും കൂടെ വന്നാലും ഇനി താങ്ങത്തില്ല. അപ്പോൾ പെൻഷനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കട്ടെ. അത് നമുക്ക് ആർത്തവത്തിന് അവധി കൊടുത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പിന്നെ അതിനോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണ്ണം പോയി എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം. കുറേ ചർച്ചകൾ വരണം കേട്ടോ. ചില കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ പറ്റും. ED വന്നു, വീണ വിജയൻ, മുഖ്യമന്ത്രി വിജയൻ, VD സതീശൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ വലിയ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യണം. അതുപോലെ നമ്മുടെ റഹീം വന്ന് നമുക്ക് എല്ലാവർക്കും കണ്ണീരുണ്ടാകുന്ന ഒരു കഥയാണ്. എനിക്കത് ഭയങ്കര വിഷമമാണ്. ചിലരൊക്കെ പറഞ്ഞത് ഒരാളെ കൊന്നിട്ട് വന്നിട്ട് എന്ത് ഇതാണെന്ന്. സാഹചര്യങ്ങളാണ്. മനുഷ്യരൊന്നും അങ്ങനെ ആവാതിരിക്കട്ടെ. ആ മനുഷ്യൻ്റെ സാഹചര്യം എന്തായെന്ന് നമുക്ക് അറിയത്തില്ല. സാഹചര്യങ്ങളാണ്. ഞാൻ മറ്റേ വെഞ്ഞാറമുട്ടിലെ അഫാനെ വരെ വേറൊരു സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തീരെ അത് പറയരുതായിരുന്നു എന്ന് പലരും പറഞ്ഞു. മനുഷ്യരാണ്, സാഹചര്യങ്ങളാണ്. ചിലരായിപ്പോകുന്നതാണ്, ചിലർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൊണ്ടു കിടക്കുന്നത് ചില മനുഷ്യരാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.